ഹലോ ഗായ്സ്, അപ്പോൾ വീണ്ടും ഞങ്ങൾ തറൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. തറപ്പണി ഇത്രത്തോളമായിട്ടുണ്ട്. അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബെൽറ്റ് വാർപ്പിനുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് കേട്ടോ. ബെൽറ്റ് വാർപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നനക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുറച്ചൊക്കെ തുണികളായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വെള്ളത്തിൽ നനച്ചിട്ട് തറൻ്റെ മേലെ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കവറിലാക്കി കെട്ടി കൊടുന്നപ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നി. ഇവിടെ വന്ന് വിരിച്ചിട്ടപ്പോഴാണ് മനസ്സിലായത് ഒരു ഭാഗത്തേക്കും കൂടി തികക്കാനില്ല എന്ന്. ഞങ്ങളെല്ലാവരും നനക്കണത് കണ്ടിട്ട് റഷക്കുട്ടിക്കൊരാഗ്രഹം അവൾക്കും സ്വന്തമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. റഷക്കുട്ടിക്ക് അവിടെ വിരിച്ചിടാനൊന്നല്ല കേട്ടോ, അവളേതാ ആള് വെള്ളം കൊണ്ടുള്ള കളിയല്ലേ, അപ്പോൾ അത് കളിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കണത്. അവിടെ അല്ലേ കുട്ടിയെ, ഇതാ ഞാൻ കാണിച്ചു തരാം, മുച്ചി കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ, ഇവിടെ ഇവിടെ അങ്ങനെയാണ് കേട്ടോ ഇടുക. ദിവസം മുന്നേ ഞങ്ങൾ നനച്ചിരുന്നില്ല, അത് ഈ വേസ്റ്റ് കുഴി കേട്ടോ, അതൊക്കെ നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. ഒത്തിരി ആഴുണ്ട് കേട്ടോ. ഇതുവരെ ഉള്ളൂ കേട്ടോ സ്ഥലം. ഇതാണ് അതിര്. ഇതാണ് എൻ്റെ ചെറിയ ആങ്ങളുടെ സ്ഥലം. ഞാൻ എൻ്റെ ചെറിയ ആങ്ങളെ ഗൾഫിൽ പോണ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു, അതിൽ അവൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അവൻ്റെ സ്ഥലമാണ് ഇത്. രണ്ട് സ്ഥലവും ഒരു ദിവസം തന്നെ വന്നിട്ട് JCB കൊണ്ട് മാന്തിയൊക്കെ നിരപ്പാക്കിയത്. പിന്നെ മഴ പെയ്തിട്ട് ഒന്നാകെ പൊന്ത വന്ന് മൂടിയിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ കുറച്ചപ്പുറത്ത് തന്നെ വേറൊരു ചേച്ചിയുടെ സ്ഥലമാണ് കേട്ടോ. അത് ഞങ്ങൾ അവിടുത്തെ ഒരു അയൽവാസിൻ്റെയാണ്, പെരിന്തൽമണ്ണ അടുത്ത തൊട്ട വീടിൻ്റെ അപ്പുറത്തുള്ളത്. അപ്പോൾ അതും ഈ സ്ഥലവും ഏതാന്നുള്ളതൊന്നും തിരിച്ചറിയണില്ല, രണ്ടും ഒരേപോലെ പൊന്ത മൂടി കിടക്കുകയാണ് കേട്ടോ. പക്ഷെ കുട്ടിയെ ഇതെങ്ങനെ അവിടെ എത്തി? റഷക്കുട്ടി ഡ്രസ്സ് നനക്കണ്ട. കൊടുന്നപ്പോൾ കുറേ തുണികൾ ഉണ്ടായിരുന്നു കേട്ടോ. വിരിച്ചിട്ടപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്തും കൂടി ഇടാനില്ല. കുറേ വേസ്റ്റ് തുണി കൊടുന്നിട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും തികഞ്ഞില്ല. വീട്ടിൽ നിന്ന് കൊടുന്നപ്പോൾ കുറേ ഉള്ള പോലെ തോന്നി. ഇട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡുക്കും കൂടെ അല്ല. പക്ഷെ കുട്ടിയെ നീ തറ നനച്ചോ? മേലെ നനഞ്ഞോ? നമ്മളെങ്ങനെ പോവുക? അവിടെ വേസ്റ്റ് കുഴി ഉണ്ടായിക്ക് വീഴണ്ട കേട്ടോ. അടോട്ടെ, എനിക്ക് വിടരുത് കേട്ടോ. ഇവിടെ ആരാ കുറച്ച് ദിവസം മുന്നേ വന്നിട്ട് നനച്ചത്? ആരാ നനച്ച്? പിന്നെ ആരാ ഒരാളും കൂടെ ഉണ്ടായിന്നല്ലോ, ഇപ്പച്ചി. കാക്കു നല്ല ജോറായ നനക്കല്ല കേട്ടോ. ഇപ്പച്ചി വരുന്നുണ്ടോ നോക്കാം? വരുന്നുണ്ടോ? അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് വരൂ. ഇപ്പച്ചി വന്നു. ഇപ്പച്ചി എത്തി.
അപ്പോൾ നനക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ മോട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് കേട്ടോ. എപ്പോഴും താത്തയും കാക്കും വന്നിട്ട് തന്നെയാണ് നനക്കാറുള്ളത്. അപ്പോൾ പറ്റാത്ത ദിവസങ്ങളിൽ നമ്മളോട് നനക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോട്ടറൊക്കെ എങ്ങനെ ഇടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു തരികയാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കൊച്ചു വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.